ഹായ്. അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഷോപ്പിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇന്നലെ വന്ന കൊറിയറിന്റെ കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊറിയറിലുണ്ടായിരുന്നത് നമ്മളുടെ ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക്. നമ്മള് ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. 150 രൂപയുടെ താഴെയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 150 രൂപയുടെ താഴെ വന്നുള്ളൂ. അത് മാത്രമല്ല സ്മഡ്ജ് പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. നമ്മള് വെള്ളമായാലോ ഫുഡ് കഴിച്ചാലോ തുടച്ചാലോ ഒന്നും പോകില്ല. കാരണം ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യണ ഒരു ലിപ്സ്റ്റിക് ആണ്. അതിന്റെ തന്നെ ഒത്തിരി ഷെയ്ഡുകളും ഉണ്ട്. ഞാൻ അത്യാവശ്യം 2-3 ഷെയ്ഡൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ യൂസ് ചെയ്യണ ഒരു സാധനത്തെ കുറിച്ചാണ് പറയണത്. കാരണം മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ റിവ്യൂ പറയല്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉറപ്പുള്ള ഒരു സാധനമാണ്. നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ വാങ്ങിക്കാൻ പറ്റിയ ലിപ്സ്റ്റിക്കുകളാണ് ഇൻസൈറ്റിന്റെ. ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ് പ്രൂഫ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കേ, വായ കഴുകുക, ലിപ്പ് തുടക്കുക, എന്തായാലും നമ്മൾ തന്നെ അത്രയും നനച്ചിട്ട് തുടച്ച് കളഞ്ഞാൽ മാത്രമേ പോളൂ. നമുക്ക് ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കായാലും കോളേജ് സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡുകളാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഇത് കണ്ടോ, ഞാനിതിൽ അപ്ലൈ ചെയ്തിട്ട് നോക്കിയേ, തുടച്ചാൽ പോലും പോകില്ല. നമ്മൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് 1 ഡേ നന്നായി ലാസ്റ്റ് ചെയ്യും. ഏകദേശം വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് നമുക്ക് തുടച്ച് കളയണ വരെ നമുക്ക് ഉറപ്പായിട്ടും ഇത് ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പറയുന്നു. ഞാൻ ഉപയോഗിച്ച കാരണം പറയണതാണ് കേട്ടോ, മറ്റുള്ളവർ പറഞ്ഞ അറിവല്ല. ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പറയണേ. ഇതിനകത്തുള്ള ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങി നോക്കും.